എന്തായാലും സംഭവം മുട്ടൻ കോമഡിയാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബിഗ് ബോസിലെ കുറേ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. ഇവരൊന്നും ബിഗ് ബോസ് തീർന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പുറത്ത് വന്നിട്ട് ഈ കളിക്കുന്ന കളിയൊക്കെ ഉള്ളിൽ വെച്ച് കളിച്ചിരുന്നെങ്കിൽ 10 വോട്ട് കൂടുതൽ കിട്ടിയാലേ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ വോട്ടിൻ പെർസെൻറ്റേജ് ആ മറ്റേ ലാലേട്ടൻ കാണിച്ചതെങ്കിലും കണ്ടിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടാവുമല്ലോ. ബിഗ് ബോസ് തീർന്നതിന് ശേഷമാണ് ബിഗ് ബോസ് കളിക്കണ കാര്യം ആൾക്കാരെ ഓർത്ത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനുമോൾക്ക് PR ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പുതിയ സ്റ്റോറി പോലെ. ഇതൊക്കെ ഏകദേശം 30ാമത്തെ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്ന എല്ലാവർക്കും PR വെച്ചിട്ടാണ് വേറെ ആളെ തന്നെ ഇത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൊണ്ടുവരുന്നു. ഇതൊക്കെ നമ്മൾ പണ്ട് അറിഞ്ഞ കാര്യമാണ്. ആ PR ആരാണെന്ന് പോലും നമുക്കറിയാം. എന്നിട്ട് അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല അറിയാം. നിങ്ങൾ മുട്ടൻ കോമഡിയല്ലേ. വേറെ എന്തെങ്കിലും ഇനി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഗെയിം കളിക്കാതെ ഇനി ഗെയിം കളിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോഴാണ് PR-ൻ്റെ ക്യാഷ് കൊടുത്തിട്ട് അയ്യോ അത് പറ്റിപ്പോയല്ലോ എന്നൊക്കെ തോന്നുന്നത് ഇപ്പോഴാണ് തോന്നുന്നുണ്ട്. സംഭവം എന്തായാലും കോമഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാരിൽ അനുമോള് ഡിസേർവിങ് ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഗെയിം കളിക്കാതെ പുറത്ത് വന്ന് ഗെയിം കളിച്ചിട്ട് ആ ആൾക്കാരെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് അനു ജയിച്ചതിൽ അതിൽ ഡിസേർവിങ് ആണോ എന്ന് ചോദിക്കേണ്ട രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല.